ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാനൊരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും റെസിപ്പീസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ രാത്രിയിൽ മൊത്തത്തിൽ എങ്ങനെ ക്ലീനിങ്ങൊക്കെ എളുപ്പത്തിലാക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടോക്കുക. കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈവനിങ് മക്രോണിയാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചോപ്പ് ചെയ്തത് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള നൈസായി അരിഞ്ഞതും ചേർത്തിട്ട് അത് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ഇതൊന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി നന്നായി വാടി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ 1 കപ്പ് ഇതിന് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മക്രോണിയും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനത് വേവുന്ന ടൈമിനുണ്ട് ഞാൻ നാളേക്കിനുള്ള ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം പെട്ടെന്നൊന്ന് അരച്ച് വെക്കട്ടെ കേട്ടോ. അങ്ങനെ മാവൊക്കെ അരച്ചിട്ട് ഞാനതോട് മാറ്റി വെച്ചു. ആവുന്ന പാത്രം അങ്ങനെ തന്നെ കേക്ക് വെക്കും കേട്ടോ. അത് 2-3 പാത്രങ്ങളാണെങ്കിലും അതുള്ളൂ എന്ന് വിചാരിക്കലില്ല കേട്ടോ. അത് അപ്പം തന്നെ കേക്ക് വെക്കാൻ നോക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ സിങ്കിലിങ്ങനെ നിറഞ്ഞ് കിടക്കൂലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ആ മിക്സിയും കാര്യങ്ങളൊക്കെ ഒന്ന് കേക്ക് വെച്ചിട്ടോ. ഞാൻ മൊത്തത്തിൽ എല്ലാ പണികളും തീരുന്നത് വരെ കാത്തു നിൽക്കാതെ നമുക്ക് കിട്ടുന്ന ചെറിയ ഗ്യാപ്പുകളിൽ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ വേണ്ടി നോക്കലുണ്ട് കേട്ടോ. അതിനുശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ. ഇനി ഞാൻ കുറച്ച് തുണികൾ അലക്കി ഇത് ഉണങ്ങിയതുണ്ടായിരുന്നു. അത് എടുത്തു കൊടുത്തിട്ട് അത് മടക്കി വെക്കണം കേട്ടോ. അത് കൊണ്ടുമ്പോൾ തന്നെ കൈയോടെ തന്നെ മടക്കി വെക്കുകയാണെങ്കിൽ അതവിടെ ഇങ്ങനെ കൂടി കിടക്കില്ല. അപ്പോൾ ഞാൻ അതുകൂടി ഒന്ന് പെട്ടെന്ന് തന്നെ മടക്കി വെക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഇതാ നമ്മളെ മക്രോണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നത് ഏഷ്യസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാളേക്കിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഇതിനു വേണ്ടി ഇപ്പോൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് ഈ ജോലികളൊക്കെ തീർക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ബീൻസും കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ചിരങ്ങിയും കട്ട് ചെയ്തിട്ട് തന്നെ ഒരു പാത്രത്തിലാക്കി വെക്കുക. എന്നാൽ പിന്നെ രാവിലെ ഇത് കട്ട് ചെയ്യാനും ഇതിനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ.
നമ്മൾ വൈകുന്നേരം രാത്രി നമുക്ക് കിട്ടണ കുറച്ച് ടൈം നമ്മൾ ഇതിനു വേണ്ടിക്കൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ നല്ല ഈസി ആയിട്ട് കിച്ചണിലെ ജോലികളൊക്കെ തീർക്കാം. നമ്മൾ ചെറിയ കുട്ടികളില്ലോലോ അല്ലെങ്കിൽ ജോലിക്ക് പോകണമല്ലോ ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനുള്ളതെല്ലാം ഉണ്ടാവും അല്ലേ. ഇങ്ങനെ കട്ട് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് റിലാക്സ് ആയിട്ട് അറിബറിയില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ട് കഴിയൂലേ. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിട്ടോ, നിങ്ങൾക്ക് ഈസിയാവും. അതുപോലെ തന്നെ രാവിലെ ക്ലീൻ ചെയ്യുന്നതിന് പുറമെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് വലിയ ക്ലീനിങ് ഒന്നുമല്ല, പുറമെ കാണുന്ന പരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ സ്പേസിലേക്ക് എടുത്തു വെക്കും കേട്ടോ. ടോയ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വെക്കും. അതുപോലെ തന്നെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കും ഒക്കെ ചെയ്യും കേട്ടോ. സാധനങ്ങൾ പരന്ന് കിടക്കുന്നതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയായ പോലെ തോന്നൂലേ. അതിനൊരു 10 മിനിറ്റോളം വേണ്ട കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. ഇന്ന് രാവിലെ നമുക്ക് തോനെ പണികളും ഉണ്ടാവില്ല, നല്ല ഈസി ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ വയ്ക്കാറ്. അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.